സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹം ഒരു വേദന നിറഞ്ഞ പടപ്പുറപ്പാട്. ഇസ്രായേൽക്കാര് മരുഭൂമിയിലൂടെ കാനാൻ ലക്ഷ്യമാക്കിയുള്ള ഒരു 40 വർഷം നീണ്ട യാത്ര. അല്പനേരം കൊണ്ട് എത്താൻ കഴിയുന്ന അധിക ദൂരമില്ലാത്തൊരു വഴിയെ ഒരു ശുദ്ധീകരണത്തിലൂടെ കടത്തിവിട്ട് അതിനൊടുവിലാണ് അനുഗ്രഹത്തിന്റെ ഒരു കാനാൻ അനുഭവം ദൈവം പ്രദാനം ചെയ്തത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, യാത്രയെങ്കിൽ, നിലപാടുകളെങ്കിൽ മടിക്കേണ്ടതില്ല. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ കുറവ് കൂടാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ കൂടെയുണ്ട് എന്ന് മറക്കാതിരിക്കാം. തേനീച്ച കുഞ്ഞുങ്ങളെ കൊത്താൻ വരുമ്പം അപ്പന്റെ വസ്ത്രം പോലും ഊരിയിട്ട് മകനെ ഇങ്ങനെ പൊതിഞ്ഞ് അവന്റെ പുറത്ത് കിടക്കുക. അപ്പനാണ് കുത്തു മുഴുവനും കൊള്ളണത്. ആ വേദന മുഴുവനും ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ഒരപ്പന്റെ മനസ്സോട് കൂടിയിട്ട് പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത്, സ്നേഹിക്കാൻ വേണ്ടി, സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈ നോമ്പുകാലത്ത് ഉള്ളിൽ ഈ സ്നേഹത്തിന്റെ ഭാവങ്ങൾ കുറേയും കൂടെ ആഴത്തിൽ വളരട്ടെ. ഈശോ പാദാന്തികത്തിലിരുന്ന് കഴുകിയവളോട് കൃത്യമായിട്ട് പറഞ്ഞു, ശമയോനോട് ഓർമ്മപ്പെടുത്തി, ഇവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സൽക്കർമ്മങ്ങളും കാരുണ്യത്തിന്റെ കർമ്മവഴികളുമൊക്കെ ഈ അധിക സ്നേഹത്തിൽ നിന്നും ഉയർക്കൊള്ളുന്നതായി കഴിയുമ്പം ഈ നോമ്പിന്റെ വഴികൾ അഭിഷേകത്തിന്റെ സാധ്യതയുള്ളതുമായിട്ട് രൂപാന്തരപ്പെടും. സ്നേഹമില്ലാതെ ചെയ്യുന്ന ആത്മീയതയൊക്കെ ഫരിസയന്റെ മനസ്സാണ്. അത് ക്രിസ്ത്യാനിയുടേതായി മാറാൻ നമ്മെ സഹായിക്കില്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഈ നോമ്പിന്റെ വഴികളെ കുറേയും കൂടെ ആർദ്രമാക്കാം, അനുഗ്രഹമാക്കാം, അഭിഷേകമാക്കാം, ആത്മീയമാക്കാം.